കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാർത്തിക എല്ലാ സത്യങ്ങളും ശാലിനിയോട് പറയാൻ തുടങ്ങുമായിരിക്കും. ഈ സമയത്താണ് കേട്ടോ അതുവഴി ജയശങ്കർ വരുന്നതും കാർത്തിക ആരോട് സംസാരിച്ച് നിൽക്കുന്നത് കാണുവാണ്. ഇതേ സമയത്ത് തന്നെ ജയശങ്കറിനെ കാർത്തികയും കാണുവാണ് കേട്ടോ. ജയശങ്കറിനെ കാണുന്നതും കാർത്തിക ശാലിനിയോടൊന്നും പറയാതെ തന്നെ അവിടെ നിന്ന് ഓടിപ്പോകുവാണ്. പിന്നാലെ തന്നെ ജയശങ്കറും ഓടി വരുന്നുണ്ടെങ്കിലും അവിടെയുള്ള ഒരാൾ ഇടിച്ചിടുവാണ് കേട്ടോ. അങ്ങനെ ഇടിച്ചിട്ടാൾ ജയശങ്കറിനെ പിടിച്ചു നിർത്തി, നീ ഇപ്പം തന്നെ എന്നോട് സോറി പറയണം, അല്ലാതെ നിന്നെ ഇവിടുന്ന് ഒരിടത്തേക്ക് ഞാൻ വിടില്ല എന്ന് പറയുവാണ്. അങ്ങനെ ജയശങ്കർ അയാളോട് സോറിയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഓടി കാർത്തികയുടെ പിന്നാലെ പോകുമ്പോഴേക്കും അവിടെയൊക്കെ നോക്കുമ്പോൾ കാർത്തികയെ കാണുന്നില്ല കേട്ടോ. ഈ സമയം അവിടെ ഒരു ചെടികൾക്കിടയിൽ മറഞ്ഞിരിക്കുമായിരിക്കും കാർത്തിക. ഇതെല്ലാം ശാലിനി ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ജയശങ്കർ തിരികെ ശാലിനിയുടെ അരികിലേക്ക് ഓടി വരിക. അതെ, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അയാൾ ഫോണെടുത്ത് അതിൽ നിന്നും കാർത്തികയുടെ ഫോട്ടോ എടുത്ത് ശാലിനിയെ കാണിക്കാൻ തുടങ്ങുമായിരിക്കും. ഈ സമയം ഇതൊക്കെ കാണുന്ന കാർത്തിക പറയണേ, ഈശ്വര, ജയശങ്കറും ശാലിനിയും കണ്ടുമുട്ടിയ ആകെ പ്രശ്നമാകുമല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ ഫോട്ടോ കാണിക്കാൻ തുടങ്ങുമ്പോഴേക്കും ശാലിനിക്കൊരു കോൾ വരുവാണ്. അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്ത് ശാലിനി അവിടെ നിന്നും പോകുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ശാലിനിനെയാണ്. ഈ സമയം പൂജാരി ശാലിനിയുടെ അരികിൽ വരിക. അല്ല, ഇതെന്താ ഒറ്റയ്ക്കേ ഉള്ളൂ? എന്തുപറ്റി? ഒരു സങ്കടമുള്ള പോലെ. ഈ സമയം കാർത്തികയും ശാലിനി നിൽക്കുന്നതിൻ്റെ തൊട്ടരികത്ത് തന്നെ മറഞ്ഞു നിൽക്കുമായിരിക്കും. അന്നേരം ശാലിനി പറയണേ, ജീവിതത്തിൽ ഓരോരോ പ്രതിസന്ധികളും വിഷമങ്ങളൊക്കെ വരികയല്ലേ, അതിനൊക്കെ അതിജീവിക്കണ്ടേ. അന്നേരം തിരുവേനി പറയണേ, കുട്ടിക്ക് എന്താ വിഷമമുണ്ട്, എന്താണെങ്കിലും ഇന്ന് നടത്തുന്ന ദാമ്പത്യ പൂജയിലൂടെ കുട്ടിയുടെ എന്ത് പ്രശ്നമാണെങ്കിലും അതിന് പരിഹാരം ഉണ്ടാവും. ഭർത്താവിൻ്റെ ക്ഷേമത്തിനും ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ ദാമ്പത്യ പൂജ നടത്തുന്നത്. ഈ സമയം ശാലിനി ചോദിക്കണേ, അല്ല തിരുമേനി, ഇവിടെ വിഷ്ണു എന്ന പേരിൽ ആരെങ്കിലും ദാമ്പത്യ പൂജക്ക് നേർന്നിട്ടുണ്ടോ? അന്നേരം തിരുമേനി പറയണേ, ഇല്ല, കുട്ടിയല്ലാതെ ആ പേരിൽ ആരും ദാമ്പത്യ പൂജ നേർന്നിട്ടില്ല. ഞാനിപ്പോൾ വന്നത് ഹർഷൻ എന്ന പേരിൽ ഒരു പൂജക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടി അന്വേഷിച്ച പ്രസാദം വാങ്ങിക്കാതെ ആ കുട്ടി പോയെന്ന് തോന്നുന്നു. ദാമ്പത്യ പൂജ നടത്തി പ്രസാദം വാങ്ങിക്കാതെ പോയ ആ ദമ്പതികൾക്ക് വിരഹദുഃഖവും വേദനയും അകൽച്ചയൊക്കെ ആയിരിക്കും ഫലം. അത് കേൾക്കുമ്പോൾ കാർത്തിക് വല്ലാതെ ടെൻഷനാകുവാണ് കേട്ടോ. ഈ സമയം ശാലിനി പറയണേ, ആ കുട്ടിക്ക് എന്തെങ്കിലും ചിലപ്പോൾ വല്ല അത്യാവശ്യം ഉണ്ടായി കാണും, അല്ലാതെ പൂജ നടത്തി പ്രസാദം വാങ്ങാതെ പോയില്ലല്ലോ. ചിലപ്പോൾ ആ കുട്ടിക്ക് ഈ അമ്പലത്തിലെ ആചാരങ്ങളെ പറ്റിയൊന്നും അറിയില്ലായിരിക്കും. അന്നേരം തിരുമേനി പറയണേ, അതെ, ആ കുട്ടി ഈ നാട്ടിൽ പുതിയതായിട്ട് വന്നതാ. ഈ സമയം ശാലിനി പറയണേ, എന്താണെങ്കിലും ഈ പ്രസാദം ഇപ്പോൾ ആരെങ്കിലും വാങ്ങിച്ചാൽ പോരെ, അങ്ങനെയാണെങ്കിൽ തിരുമേനി എൻ്റെ കയ്യിലേക്ക് തന്നോളൂ. ഇനി പ്രസാദം വാങ്ങിക്കാതിരുന്നതിൻ്റെ പേരിൽ അവർ തമ്മിൽ അകന്ന് ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. അന്നേരം തിരുമേനി ആ പ്രസാദം ശാലിനിയുടെ കൈ കൊടുക്കുക. കുട്ടിയുടേത് നല്ല മനസ്സാ, എല്ലാ അനുഗ്രഹങ്ങളും കുട്ടിക്കുണ്ടാക്കും. അങ്ങനെ പറഞ്ഞ് തിരുമേനി അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ആ ശാലിനി ആ പ്രസാദം കയ്യിൽ പിടിച്ച് പ്രാർത്ഥിക്കുക. ദേവി, ഹർഷനെ സ്നേഹിക്കുന്ന ആ കുട്ടിക്കും എല്ലാ അനുഗ്രഹവും ആരോഗ്യവും മംഗളങ്ങളും കൊടുക്കണേ. അവർക്കൊരിക്കലും വിരഹദുഃഖവും അകന്നിരിക്കേണ്ടതായിട്ടും വരേണ്ട അവസ്ഥ ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് ശാലിനി പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം ഇതെല്ലാം കാണുന്ന കാർത്തിക പറയണേ, ശാലിനി, എത്ര നല്ല മനസ്സാണ് നിൻ്റേത്. നിന്നോട് ഞാൻ എല്ലാ സത്യങ്ങളും പറയും. നിൻ്റെ വിഷ്ണുവേട്ടൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാനൊരു ശല്യമായിട്ട് മാറില്ല ശാലിനി. അങ്ങനെ കാർത്തിക അങ്ങോട്ട് മാറി നിൽക്കുമ്പോഴേക്കും കാർത്തികയുടെ ഫോണിൽ ഒരു കോൾ വരുവാണ്. കാർത്തിക അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുക. അന്നേരം മധുശ്രീ ആയിരിക്കും കേട്ടോ സംസാരിക്കുന്നുണ്ട്. അതെ, ഞാൻ മധുശ്രീയാ. നമ്മൾ ഇന്നലെ കണ്ട് പരിചയപ്പെട്ടില്ലേ, ഓർമ്മയില്ലേ? ആ, ഓർമ്മയുണ്ട്. എന്താ മധുശ്രീ? അന്നേരം മധുശ്രീ പറഞ്ഞേ, നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തമ്മിൽ വീണ്ടും കാണേണ്ടി വരുമെന്ന്. എനിക്ക് ഇയാളോട് കുറച്ചും കൂടി സംസാരിക്കാനുണ്ട്, നമുക്കൊന്നൊന്ന് മീറ്റ് ചെയ്താലോ? അന്നേരം കാർത്തിക പറയണേ, എനിക്കൊന്ന് കുറച്ച് തിരക്കുണ്ട്, എനിക്ക് വരാൻ പറ്റില്ല മധുശ്രീ. ആ സമയം മധുശ്രീ പറയണേ, എത്ര തിരക്കുണ്ടെങ്കിലും കാർത്തിക അതൊക്കെ മാറ്റി എൻ്റെ അരികിലേക്ക് ഓടി വരുന്ന ഒരു മാജിക്ക് എൻ്റെ കയ്യിലുണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിക്കാം. ഞാനിന്ന് കാറിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. ആ ചെറുപ്പക്കാരനെ അയാളെ കല്യാണം കഴിക്കാനിരുന്ന പെൺകുട്ടിയെ തേടിയായി ഈ നാട്ടിൽ വന്നത്. ആ ചെറുപ്പക്കാരൻ്റെ പേരാണ് ജയശങ്കർ. അത് കേൾക്കുന്നതും കാർത്തിക അങ്ങ് ഷോക്കാകുവാണ് കേട്ടോ. എന്നിട്ട് മധുശ്രീ പറയണേ, അയാളുമായിട്ടുള്ള വിവാഹ നിശ്ചയത്തിൻ്റെ അന്ന് ആ പെണ്ണ് അവിടെ നിന്ന് ഓടിപ്പോയതാ. ആ പെണ്ണിൻ്റെ ഫോട്ടോ എന്നെ കാണിച്ചു തന്നു. കണ്ടപ്പോൾ കാർത്തികയുടെ പോലെ തന്നെ എനിക്ക് തോന്നി. ഇനി ആ പെൺകുട്ടിയെ എവിടെ വെച്ചെങ്കിലും കണ്ട ജയശങ്കറിനെ വിളിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് നമ്പറൊക്കെ തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കാർത്തികയെ പോലെ തോന്നിയെന്നുള്ള സംശയം ജയശങ്കറിനോടൊന്ന് പറയട്ടെ കാർത്തികയെ? അതിപ്പോൾ ചോദിക്കാനാണ് ഞാൻ കാർത്തികയെ വിളിച്ചത്. കാർത്തിക തിരക്കല്ലേ, അപ്പോൾ എന്താണെങ്കിലും ഞാൻ ജയശങ്കറിനെ വിളിക്കാം. അന്നേരം കാർത്തിക പറയണേ, അയ്യോ അത് വേണ്ട മധുശ്രീ, ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഞാനിപ്പോൾ പാർക്കിലാണ് നിൽക്കുന്നത്. ശരി, ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. അതുവരെ ആരെയും വിളിക്കരുത്. അന്നേരം മധുശ്രീ പറയണേ, 20 മിനിറ്റ് തരാം. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ആരെങ്കിലുമൊക്കെ വിളിച്ചു എന്ന് വരും. ഇല്ല, ഞാൻ ഉടനെ തന്നെ എത്താം എന്ന് പറഞ്ഞ് കാർത്തിക ഫോൺ കട്ടാക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് മധുശ്രീയുടെ അരികിലെത്തുന്ന കാർത്തികേനെ ഉണ്ടോ. അന്നേരം കാർത്തിക ചോദിക്കണേ, മധുശ്രീക്ക് എങ്ങനെയാണ് ജയശങ്കറിന് അറിയാവുന്നത്?
അന്നേരം മധുശ്രീ പറയണേ, ആ അതൊക്കെ അറിയാം, ഇന്ന് രാവിലെ പരിചയപ്പെട്ടതാ, ഞാൻ പറഞ്ഞില്ലേ. അല്ല, അച്ഛനും അമ്മയും ബന്ധുക്കാരും ഒക്കെ ഉണ്ടായിട്ട് നീ എന്തിനാ അനാഥ എന്ന് പറഞ്ഞത്? എന്തിനാ നീ വിവാഹത്തിൻ്റെ ഓടി വന്നത്? സത്യാമ്മയെക്കുറിച്ച് നിനക്ക് കാര്യമായിട്ടൊന്നും അറിയില്ലല്ലേ. ഈ സത്യാമ്മയ്ക്ക് ഒരു പ്രത്യേകതര സ്വഭാവമാണ്. സ്നേഹിച്ചാൽ നല്ലപോലെ അങ്ങ് സ്നേഹിക്കും. പക്ഷേ ചതിയും വഞ്ചനയോ കളവോ കാണിച്ചു കഴിഞ്ഞാലേ സത്യാമ്മയെ വെച്ചേക്കത്തില്ല. സത്യാമ്മയുടെ മുറിയുടെ ഡ്രോയറിൽ ഒരു പിസ്റ്റൺ ഉണ്ട്, നീ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ലല്ലേ. കള്ളം പറയുന്നവരെ സത്യാമ്മ പിസ്റ്റൺ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. നിന്റെ കാര്യം അറിഞ്ഞാലേ സത്യാമ്മ നിന്നെയും ഷൂട്ട് ചെയ്യും. ഞാൻ ഇപ്പം തന്നെ സത്യാമ്മേനെ വിളിക്കട്ടെ, എന്നിട്ട് നീ നടത്തിയ കള്ളത്തരമെല്ലാം സത്യാമ്മേനെ വിളിച്ചറിയിക്കട്ടെ. ഈ സമയം കാർത്തിക് തടയണേ, വേണ്ട, അത് വിഷ്ണുവേട്ടന് കൂടി പ്രശ്നമാവും. വിഷ്ണുവിന് പ്രശ്നമാകുമെന്നോ? അതെങ്ങനെ? നീയല്ലേ കള്ളം പറഞ്ഞത്? അന്നേരം കാർത്തിക് പറയണേ, ഏയ് ഒന്നുമില്ല. ഈ സമയം മധുശ്രീ പറയണേ, സത്യം പറ, നീ എന്തൊരു കാര്യം മറക്കുന്നുണ്ട്, എന്താ അത്? അങ്ങനെ കാർത്തിക അവരുടെ വിവാഹം നടന്ന കാര്യമെല്ലാം പറയുവാണ്. അതെല്ലാം നാടുകോണെന്നുള്ള രീതിയിൽ മധുശ്രീയെ കാര്യങ്ങളൊക്കെ അറിയിക്കുവാണ്ടോ. അതൊക്കെ അറിയുന്ന മധുശ്രീ പറയണേ, ഓഹോ അത് ശരി, അപ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സിൽ വിഷ്ണുവിന് ശാലിനിയും നിനക്ക് ഹർഷനെയും കിട്ടും അല്ലേ? നിനക്കും വിഷ്ണുവിനും മാത്രമേ ഈ കാര്യം അറിയുള്ളൂ. ഇപ്പം മൂന്നാമതായിട്ട് എനിക്കും അറിയാം. ഞാൻ ഈ രഹസ്യം സൂക്ഷിക്കുന്നതുകൊണ്ട് എനിക്കെന്താ ഒരു ലാഭം? അന്നേരം കാർത്തിക പറയണേ, മധുശ്രീക്ക് വിഷ്ണുവേട്ടന് ഇഷ്ടമാണല്ലോ, അതെനിക്കറിയാം. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന് മധുശ്രീക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ. മധുശ്രീ വിഷ്ണുവേട്ടനെ സ്വന്തമാക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്തോ, അതിന് ഞാൻ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാകും. എനിക്കെൻ്റെ ഹർഷന് മാത്രം മതി. ഈ സമയം മധുശ്രീ പറയണേ, നീ എന്താടി എന്നെക്കുറിച്ച് വിചാരിച്ചത്? ഈ മധുശ്രീയത്തെ നാട് ചുറ്റിയതാണെന്നറിയോ? എത്ര പുരുഷന്മാരെ കണ്ടിട്ടുണ്ടെന്നറിയോ? അല്ലെങ്കിൽ തന്നെ വിഷ്ണുവിനെ കണ്ട് കമന്നടിച്ച് ചെയ്യാൻ അവൻ എന്ത് പ്രത്യേകതയുള്ളത്? പിന്നെ വിഷ്ണുവിനോട് എനിക്കൊരു ക്രഷ് തോന്നിയിരുന്നു. അതിൻ്റെ പിന്നിൽ മറ്റൊരു കാരണവും കൂടിയുണ്ട്. എൻ്റെ ജീവിതം തകർത്തവളെ ഈ ശാലിനി. അവളിപ്പോൾ വലിയ IAS കാര്യമായില്ലേ, ശാലിനി IAS. അവളുടെ പതനം കാണണം. നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത സാധനം നമുക്ക് തകർക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തല്ല നോക്കി നമുക്കൊരു കൊട്ടു കൊടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് വിഷ്ണുവിനെ ഞാൻ കല്യാണം കഴിക്കണമെന്ന് തന്നെ തീരുമാനിച്ചത്. പക്ഷേ അതിൻ്റെ ഇടയിൽ നീ കയറി വന്നു, നീ എല്ലാം കൊളോക്കി. ഇനിയിപ്പോൾ നീ തന്നെ വേണം ആ പ്രശ്നം പരിഹരിക്കാൻ. ഞാനെന്ത് ചെയ്യാനാ എന്ന് കാർത്തിക് ചോദിക്കുക. അന്നേരം മധുശ്രീ പറയണേ, നീ വിഷ്ണുവിനെയും ശാലിനിയും തമ്മിൽ വേർതിരിക്കണം. അവരൊരിക്കലും ഒന്നിക്കാൻ പാടില്ല. നീ എല്ലാ അർത്ഥത്തിലും വിഷ്ണുവിൻ്റെ ഭാര്യയായെന്ന് ശാലിനിയെ വിശ്വസിപ്പിക്കണം. അതറിയുന്നതോടെ അവൾ അവളുടെ ജീവിതം തന്നെ അവസാനിപ്പിച്ചോളും. അന്നേരം കാർത്തിക് പറയണേ, അയ്യോ എനിക്കങ്ങനെ ശാലിനിയെ ചതിക്കാനാവില്ല. അതേക്കുന്ന മധുശ്രീ പറയണേ, ഓ അങ്ങനെയാണെങ്കിൽ ശരി, നീ ആരെയും ചതിക്കണ്ട. ഞാൻ ഇപ്പം തന്നെ ഈ വിവരം സത്യാമ്മ വിളിച്ചറിയിക്കാം. നിൻ്റെയും വിഷ്ണുവിൻ്റെയും നാടകത്തിൻ്റെ കഥയൊക്കെ ഞാൻ സത്യാമ്മയോട് പറയാം. അപ്പോൾ സത്യാമ്മ തന്നെ ആ ജയശങ്കറിനെ നിൻ്റെ വീട്ടുകാരെയും വിളിച്ച് നിൻ്റെ കല്യാണം അവരുടെ വീടിൻ്റെ മുറ്റത്ത് വെച്ച് തന്നെ നടത്തും. അന്നേരം കാർത്തിക് പറയണേ, അയ്യോ അതൊന്നും വേണ്ട, ചതിക്കല്ലേ മധുശ്രീ. ഈ സമയം മധുശ്രീ പറയണേ, ഇപ്പം നീ എന്താ പറഞ്ഞത്? ചതി അല്ലേ? എടി, ഒരു കാര്യം നടക്കണമെങ്കിൽ അതിൻ്റെ ആരെങ്കിലുമൊക്കെ നമ്മൾ ചതിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കും. ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്താൽ നിൻ്റെ ഈ കാര്യങ്ങൾ ഞാനും ആരെ അറിയിക്കില്ല. എന്തു പറയുന്നു? ശരി, ഞാൻ മധുശ്രീ പറയുന്നത് പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ പറഞ്ഞിരിക്കുന്ന കാർത്തികയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.